നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് എക്കാരുടെ സെമസ്റ്റർ 2ലുള്ള ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്നുള്ള പേപ്പറാണ്. ഇതാണ് ഇതിൻ്റെ കോഡ് PCC-ST205. ഇതിലെ സെക്കൻഡ് മൊഡ്യൂളിലുള്ള ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള പ്രപ്പോസിഷണൽ ലോജിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ലോജിക്ക് എന്താണെന്നും അതിൻ്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത് അധിക സ്ഥലത്തും പഠിപ്പിക്കാറില്ല, നേരെ തന്നെ പ്രപ്പോസിഷനിലേക്ക് ചാടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ പഠിപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ 2024 സ്കീം കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പുതിയ സ്കീമായതുകൊണ്ട് തന്നെ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് അറിയില്ല. ഡിസ്ക്രീറ്റിൽ പൊതുവെ ഡെഫിനിഷനും പിന്നെ എക്സാമ്പിൾസ് പിന്നെ തിയറം പ്രൂഫ് ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുക. പ്രോബ്ലംസ് ചോദിക്കുന്നത് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ലോജിക്ക് എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കാരണം വല്ല വഴിക്ക് ഇത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സമയം കളയാതെ നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോജിക്ക് എന്താണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ലോജിക്കിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡെഫിനിഷൻസൊക്കെ ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ട്. ഞാൻ എല്ലാം നിങ്ങൾക്ക് വേണ്ട കുറേ നോട്ട്സ് കുറേ കുട്ടികൾക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡെഫിനിഷൻസും കാര്യങ്ങളെല്ലാം തന്നെ വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ എഴുതി വെക്കണം കാണുമ്പോൾ അവർക്കത് വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് ഞാൻ ജസ്റ്റ് അതുപോലെ വായിക്കല ചെയ്യണം. അത് എന്താണെന്ന് വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടാണ് അതവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന ടീംസിനോടും ഇത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾ അത് എന്താണെന്നുള്ളത് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പൊതുവേ ഡിസ്ക്രീറ്റിനെ പറ്റി എല്ലാവർക്കും പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതൊരു ഇംഗ്ലീഷിൻ്റെ പേപ്പറാണോ അത് മാത്സിൻ്റെ പേപ്പറാണെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് പൊതുവേ എല്ലാവർക്കും പറയാനുള്ളത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ ടഫായിട്ടൊക്കെയാണ് അധികം ആൾക്കാരും കാണുന്നത്. അതായത് അവർക്കത് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഡിസ്ക്രീറ്റ് ഇങ്ങനെയാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇത് മാത്സിൻ്റെ പേപ്പറാണെന്നുള്ളത് ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഡിസ്ക്രീറ്റ് പഠിക്കാൻ അത്ര പണിയുള്ള ഒരു പേപ്പറല്ല. ഇത് മെയിനായിട്ട് പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഇത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇത് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കിത് മനസ്സിലാവണമെന്നില്ല. അധികം ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം തന്നെ ഇത് വേണ്ട എന്നുള്ളത് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ 1-2 പ്രാവശ്യം ഇത് ഇപ്പോൾ ക്ലാസ് കേട്ടാൽ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് മനസ്സിലായിക്കോളും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കാദ്യം ലോജിക്ക് എന്താണെന്ന് നോക്കാം. ലോജിക് ഈസ് ദ സ്റ്റഡി ഓഫ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് റീസണിങ്. It provides rules and techniques for determining whether a given argument is valid or not. അതായത് നമുക്കിപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ആർഗ്യുമെൻറ്റ് തരുന്ന സമയത്ത് അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ലോജിക്ക് വഴിയാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ലോജിക്ക് എന്ന് പറയുമ്പോൾ അതിൽ കുറേ റൂൾസും കാര്യങ്ങളും ഉണ്ട്. ഈ റൂൾസും ടെക്നിക്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ തന്നിട്ടുള്ള മാത്തമാറ്റിക്കൽ ആർഗ്യുമെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ആർഗ്യുമെൻറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാണ്. ദ സം ഓഫ് 2 ഈവൺ നമ്പേഴ്സ് ഈസ് ഈവൺ. ഓക്കെ, ഇത് ആക്ച്വലി നമുക്കറിയുന്ന കാര്യമാണ്. 2 ഈവൺ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് എന്തേ കിട്ടുള്ളൂ? ഒരു ഈവൺ നമ്പർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്രൂഫ് ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ ഒരു പ്രൂഫ് നോക്കിക്കേ. ലെറ്റ് ദ 2 ഈവൺ നമ്പേഴ്സ് ബി ഈവൺ ഇൻറ്റീജേഴ്സ് ബി 2m ആൻഡ് 2n വേർ m and n ആർ ഇൻറ്റീജേഴ്സ്. ഓക്കെ, m n ഇൻറ്റീജേഴ്സാണ്. ഞാൻ ഇതിന് രണ്ടെണ്ണത്തിന് ആഡ് ചെയ്തു. അപ്പോൾ 2m + 2n എന്ന് പറയുമ്പോൾ എനിക്ക് 2നെ പുറത്തേക്ക് എടുക്കാം. 2 × m + n. അപ്പോൾ വീണ്ടും ഒരു ഈവൺ നമ്പറിൻ്റെ ഫോമിലേക്ക് വന്നിട്ട് അല്ലേ? ഈവൺ നമ്പർ നമുക്ക് എപ്പോഴും എങ്ങനെ എഴുതാൻ പറ്റും? 2 × എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇൻറ്റീജർ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ m + n എന്ന് പറയുന്നത് വീണ്ടും ഒരു ഇൻറ്റീജർ ആയതുകൊണ്ട് തന്നെ എനിക്ക് m + n എന്തായിട്ട് കൊടുക്കാം? m + n = ഞാൻ s എന്ന് എഴുതി. അപ്പോൾ 2s ആയിട്ടൊക്കെ എഴുതാൻ പറ്റും അല്ലേ? 2s ആയിട്ട് ഞാൻ എഴുതി. അപ്പോൾ വീണ്ടും ഒരു ഈവൺ നമ്പറിൻ്റെ ഫോമിലേക്കാണ് ഈ 2m + 2n വരുന്നത്. അതുകൊണ്ട് തന്നെ ദ സം ഈസ് ഡിവിസിബിൾ ബൈ 2, ദെയർഫോർ ദ സം ഈസ് ഈവൺ. ഓക്കെ, ഇതൊരു പ്രൂഫാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ആർഗ്യുമെൻ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ആർഗ്യുമെൻ്റ് ആണ്. ഈവൺ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2. ഇഫ് യു ആഡ് 2 ഈവൺ നമ്പേഴ്സ് ദ റിസൾട്ട് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 2, സോ ദ സം ഈസ് ഈവൺ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ പറഞ്ഞല്ലോ. അതായത് ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഐഡിയ ആണ്. അത് നമ്മൾ പ്രൂഫിൽ കൊടുക്കുന്ന പോലെ ഭയങ്കര റിഗറസ് ആയിട്ട് എന്താ പറയുക, ഒരുപാട് നമ്മൾ ലോജിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഒന്നും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഐഡിയ മതി. അതിനെയാണ് ആർഗ്യുമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രൂഫ് എന്ന് പറയുമ്പോൾ കണ്ടോ ഓരോരോ സ്റ്റെപ്പിനും ഇപ്പോൾ m + n ഒരു ഇൻറ്റീജർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ
m+n എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ് എന്ന് പറഞ്ഞു. m+n ഒരു ഇൻറ്റീജർ ആയതുകൊണ്ട് തന്നെ ഇത് ഈവൺ നമ്പറിൻ്റെ ഒരു ഫോമിലാണ് വരുന്നത്. ഇപ്പം ഈവൺ നമ്പറിൻ്റെ പൊതുവേ നമ്മൾ എഴുതുന്നത് എന്താണ്, 2k n = 2k, ഇതാണ് ഈവൺ നമ്പറിൻ്റെ ഫോം. അപ്പോൾ അങ്ങനെ ഒരു ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതെന്താണ്, ഇത് സം ഈവൺ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോജിക്കൽ ജസ്റ്റിഫിക്കേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പ്രൂഫും ആർഗ്യുമെൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഐഡിയ ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഐഡിയ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഫുൾ ലോജിക്കൽ ജസ്റ്റിഫിക്കേഷൻ വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൂഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൂഫ് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഒരു ആർഗ്യുമെൻറ്റ് പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ആർഗ്യുമെൻറ്റിൽ ലോജിക്കായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണമെന്നില്ല. പക്ഷേ പ്രൂഫിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് ഇത് നമ്മൾ എഴുതിയത് എന്നൊക്കെ നമ്മളവിടെ പറയണം. ആർഗ്യുമെൻറ്റ് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ഐഡിയ കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ എവറി പ്രൂഫ് ഈസ് ആൻ ആർഗ്യുമെൻറ്റ് ബട്ട് നോട്ട് എവറി ആർഗ്യുമെൻറ്റ് ഈസ് എ പ്രൂഫ്. നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ലോജിക്കിൽ സിമ്പിൾസും അതുപോലെ തന്നെ കുറച്ച് റൂൾസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആർഗ്യുമെൻറ്റ്സ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ വലിയ വലിയ സെൻറ്റൻസ് ഒക്കെ എഴുതുന്നതിന് പകരം നമ്മൾ ചില സിമ്പിൾസ് യൂസ് ചെയ്യും. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇതാ P, Q എന്നുള്ള അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ഇനി കാണും കേട്ടോ, പ്രപ്പോസിഷൻ എന്നുള്ളതിൽ നമ്മളിത് കാണും. അതായത് വലിയ വലിയ സെൻറ്റൻസിനൊക്കെ ഒറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എഴുതാണ്, P എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാണ്, ഇറ്റ് ഈസ് റെയിനിങ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് പകരം ഞാൻ P എന്നുള്ള ഒരൊറ്റ എന്താ പറയുക നമ്മുടെ ആ ലെറ്റർ യൂസ് ചെയ്യും. അപ്പം എന്താ പറയുക, വലിയ വലിയ സെൻറ്റൻസ് ഒക്കെ ഒറ്റൊരു ലെറ്ററിൽ അങ്ങോട്ട് ഡിനോട്ട് ചെയ്യും. അപ്പം അത് ഒരു സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നോട്ട് എന്നുള്ളതിന്, അതായത് അല്ല നമ്മൾ പറയുമല്ലോ, നോട്ട് എന്നുള്ളതിന് ഇതാ നെഗേഷൻ, ആ ഒരു ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ കാണും. നോട്ട് എന്നുള്ളതിന് നമ്മളിതാ ഇങ്ങനൊരു സിമ്മിൻ്റെ ആ ഒരു സിമ്പിളാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൻഡ് എന്നുള്ളതിനും ഓർ എന്നുള്ളതിനും ഇംപ്ലൈസ് എന്നുള്ളതിനും ഒക്കെ സിമ്പിൾസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അത് പോകെ നിങ്ങൾ പഠിക്കും. അപ്പോൾ ചില സിമ്പിൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലോജിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കുറച്ച് സിമ്പിൾസ്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ എഴുതാണ്, ടീന ഈസ് സിംഗിങ് എന്ന് ഞാൻ എഴുതാണ്. ആൻഡ് ടീന ഈസ് സിംഗിങ് ആൻഡ് സീന ഈസ് ഡാൻസിങ് എന്ന് പറയണം. അപ്പോൾ ഇത്രയും വലിയൊരു സെൻറ്റൻസ് അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഞാൻ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് ചെറുതാക്കി എഴുതണമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ P എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊപ്പോസിഷൻ ടീന ഈസ് സിംഗിങ്ങിന് കൊടുക്കണം. ടീന ഈസ് സിംഗിങ്. ഇനി സീന ഈസ് ഡാൻസിങ് എന്നുള്ളതിന് ഞാൻ Q എന്നുള്ളൊരു സിമ്പിൾ കൊടുക്കുകയാണ്. സീന ഈസ് ഡാൻസിങ്. പ്രപ്പോസിഷൻ എന്താണെന്ന് ഞാൻ ഇനി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പ്രപ്പോസിഷൻ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഒരു സെൻറ്റൻസ് P Q എന്നുള്ള സെൻറ്റൻസിന് ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാം, P വെഡ്ജ് Q എന്നാണ്. ഈ വെഡ്ജ് എന്നുള്ള സിമ്പിളാണ് ആൻഡിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ? അപ്പം P ആൻഡ് Q ഇത് അങ്ങനെയാണ്, P വെഡ്ജ് Q എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും വലിയ സെൻറ്റൻസിനെ ഇത്ര ചെറുതാക്കി എഴുതാൻ പറ്റും. ഇനി ദ സിംബോളിക് സ്റ്റഡി ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഈസ് കോൾഡ് സിംബോളിക് ലോജിക്. അപ്പോൾ ഇതൊരു ഡെഫിനേഷനാണ്. അതായത് സിംബോളിക് ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സിംബോളിക് സ്റ്റഡി ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഈസ് കോൾഡ് സിംബോളിക് ലോജിക്. ഇനി എന്തിനാണ് ലോജിക് പഠിക്കുന്നത്? അപ്പം ഈ ലോജിക്കിന് ചില റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ റൂൾസ് കാരണം നമുക്ക് എന്താ പറയുക, ചില പ്രിസൈസ് ആയിട്ടുള്ള മീനിങ് ചില മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് കിട്ടും. അതുപോലെ തന്നെ വാലിഡും ഇൻവാലിഡും ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രൂഫ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് മാത്സിന് എപ്പോഴും നമുക്ക് പ്രൂഫാണ് ആവശ്യം. നമ്മൾ എന്ത് കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനൊരു തെളിവ് വേണം, ഒരു പ്രൂഫ് വേണം. അപ്പോൾ ഈ പ്രൂഫ് എങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക? അത് ഈ ലോജിക്ക് വഴിയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യാനോ അത് മനസ്സിലാക്കാനും നമുക്ക് എന്താണ്, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിൽ. നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാത്സിൽ. അതുകൊണ്ട് തന്നെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എപ്പോഴും നമ്മൾ ലോജിക്ക് പഠിച്ചിട്ടാണ് എപ്പോഴും തുടങ്ങാറുള്ളത്. അല്ലെങ്കിൽ ലോജിക്ക് അതിൽ എന്തായാലും ഡിസ്ക്രീറ്റിൽ പഠിക്കും നമ്മൾ. കാരണം എന്താ വെച്ചാൽ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് തന്നെ എന്താണ്, ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ലോജിക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാൻ പറ്റും, ലോജിക് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് എനിക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളോടിപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എന്തിനാണ് നമ്മൾ ലോജിക്ക് പഠിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 പോയിൻറ്റ്സ് എഴുതാം. അപ്പോൾ ഞാനിവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ നമ്മളോട് ലോജിക്കിന് വല്ല ഡെഫിനിഷൻസോ കാര്യങ്ങളോ ചോദിക്കണം. നമ്മളിപ്പോൾ 2024 സ്കീമാണല്ലോ. അപ്പം എന്താണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. കാരണം കഴിഞ്ഞ കൊല്ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ല വഴിക്ക് ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എഴുതി വെക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു തരുന്നത്. സോ വൈ ഡു വി സ്റ്റഡി ലോജിക്? ദ റൂൾസ് ഓഫ് ലോജിക് ഗീവ് പ്രിസൈസ് മീനിങ് ടു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ഹെൽപ്പ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വാലിഡ് ആൻഡ് ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്സ്, help us construct correct mathematical proofs.
ഇനി കമ്പ്യൂട്ടർ സയൻസിലുള്ള അപ്ലിക്കേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. നമ്മൾ മാത്സിൽ മാത്രമല്ല ഈ ലോജിക്ക് യൂസ് ചെയ്യുന്നത്, നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിസൈനിങ് കമ്പ്യൂട്ടർ സർക്യൂട്ട്സ്, റൈറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, വെരിഫൈങ് കറക്റ്റ്നെസ് ഓഫ് പ്രോഗ്രാംസ്, ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ചെക്സ് പ്രൂഫ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ലോജിക് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് റീസണിംഗ് എന്നുള്ളത്. അപ്പോൾ അപ്ലിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഇനി പ്രപ്പോസിഷണൽ ലോജിക് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ലോജിക് ദാറ്റ് ഡീൽസ് വിത്ത് പ്രപ്പോസിഷൻസ് എന്നാണ്. അപ്പോൾ ഇനി നമ്മൾ പ്രപ്പോസിഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രപ്പോസിഷൻ ഡീൽ ചെയ്യുന്ന ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ദ ബ്രാഞ്ച് ഓഫ് ലോജിക് ദാറ്റ് ഡീൽസ് വിത്ത് പ്രപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് പ്രപ്പോസിഷണൽ ലോജിക്. അപ്പോൾ എന്താണ് പ്രപ്പോസിഷൻ? ഇനിയാണ് നമ്മൾ ശരിക്കുള്ള നമ്മൾ ആ ലോജിക്കും റൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താണ് ലോജിക്കെന്നും ലോജിക്കിൽ നമ്മൾ എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി ശരിക്കും നമ്മൾ ആ റൂൾസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്താണ് ലോജിക്ക്, അതിൻ്റെ അപ്ലിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോജിക്ക് എന്ന് പറയുമ്പോൾ അതിൽ കുറേ റൂൾസും കാര്യങ്ങളുണ്ടെന്ന്. നമ്മൾ ഇനി ആ റൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ആ സിമ്പിൾസ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് പ്രപ്പോസിഷൻ എന്നാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താണ് പഠിക്കാൻ പോകുന്നത്, എന്താണ് പ്രപ്പോസിഷൻ എന്നാണ്. പ്രപ്പോസിഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എ പ്രപ്പോസിഷൻ ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ദാറ്റ് ഈസ് എയ്തർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത്. അതായത് നിങ്ങൾ ഇത്രയും വലിയ സെൻറ്റൻസ് കാണുമ്പോൾ ഞാൻ ആദ്യം പറയാം, ഡിസ്ക്രീറ്റിൽ ഇപ്പോഴും കുറേ സെൻറ്റൻസുകൾ കുറേ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ പേപ്പർ ആണോ എന്നൊക്കെ ചിലപ്പോൾ സംശയം തോന്നും. പക്ഷേ നിങ്ങളിത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കി എളുപ്പമാണ് ഡിസ്ക്രീറ്റ് പഠിക്കുക. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിലേ നിങ്ങൾക്ക് പ്രശ്നം വരുള്ളൂ. നിങ്ങളിത് മനസ്സിലാക്കി പഠിക്കുക. എത്രത്തോളം മനസ്സിലാക്കി പഠിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ കുറേ സെൻറ്റൻസ് കാണും. അപ്പോൾ ചിലർക്ക് സെൻറ്റൻസ് കാണുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഇത് കുറേ സെൻറ്റൻസ് ഉണ്ടല്ലോ, ഇത് പഠിക്കണ്ടല്ലോ, അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇപ്പോൾ ഈ ഡെഫിനേഷനൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് എളുപ്പം. നിങ്ങൾക്കത് എക്സാമിന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അതങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് എഴുതാം. അതിനാണ് ഈ ഡെഫിനേഷൻ ഇതുപോലെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതായത് നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻറ്റൻസ് ദാറ്റ് ഡിക്ലെയർസ് എ ഫാക്ട്. നിങ്ങളോടൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ആ കാര്യം ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. പക്ഷേ രണ്ടും ആവാൻ പാടില്ല. ഒരേ സമയത്ത് ട്രൂവും ഫോൾസും ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു സെൻറ്റൻസിനെയാണ് ഞാൻ പ്രപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം കണ്ടാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇവിടെ നോക്കിക്കുക, ആദ്യത്തെ സെൻറ്റൻസ് വാഷിംഗ്ടൺ DC ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത് നമുക്ക് ട്രൂ ആണെന്ന് അറിയാലോ, ഇത് ട്രൂ ആണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു പ്രപ്പോസിഷനാണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയാണ് വാഷിംഗ്ടൺ DC ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളോടൊരു കാര്യം പറയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ട്രൂ ആണ്. ഇനി നോക്കിക്കോ, ദ ക്യാപിറ്റൽ ഓഫ് കേരള ഈസ് കാലിക്കറ്റ് എന്ന് പറയണം. നമുക്കറിയാം ഇത് തെറ്റാണ്, ഇത് ഫോൾസ് ആണ്. കാരണം കേരളത്തിൻ്റെ തലസ്ഥാനം എന്താണ്? അത് തിരുവനന്തപുരമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യമല്ലേ പറയുന്നത്, കേരളത്തിൻ്റെ തലസ്ഥാനം കാലിക്കറ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. അത് തെറ്റാണെങ്കിലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇതും ഒരു പ്രപ്പോസിഷനാണ്. ഇനി നോക്കിക്കോ, 1 + 1 = 2. ഒന്നും കൂട്ടിയാൽ നമുക്ക് 2 ആണ് കിട്ടാൻ തരാം. അപ്പോൾ ഇത് ട്രൂ ആണ്. അപ്പോൾ ഇതൊരു പ്രപ്പോസിഷനാണ്. ഇനി 2 + 2 = 3. രണ്ടും കൂട്ടിയാൽ നമുക്ക് 4 കിട്ടുള്ളൂ എന്നറിയാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ് രണ്ടും കൂട്ടിയാൽ 3 കിട്ടാമെന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്. അപ്പം ഈവൻ ദോ ഇത് പറഞ്ഞത് ഫോൾസ് ആണെങ്കിലും ഇതൊരു പ്രപ്പോസിഷനാണ്. അതായത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്. ആ കാര്യം ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ നിങ്ങളോടൊരു കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇതൊരു പ്രപ്പോസിഷനാണ്. ഇനി അപ്പോൾ നിങ്ങൾക്ക് തോന്നും അപ്പോൾ പ്രപ്പോസിഷൻ അല്ലാത്തത് എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ 4 എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. ഒന്ന്, വാട്ട് ടൈം ഈസ് ഇറ്റ്, റീഡ് ദിസ് കെയർഫുള്ളി, x + 1 = 2, x + y = z. ഇത് 4 പ്രപ്പോസിഷൻ അല്ല. അതായത് എന്തുകൊണ്ടാണ് ഇത് പ്രപ്പോസിഷൻ അല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. ഇതിൽ 4 നോക്കി ആദ്യത്തെ 2 സെൻറ്റൻസ് നമുക്ക് നോക്കാം. അത് ഞാൻ നിങ്ങളോടൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലല്ലോ. അതായത് ഈ ആദ്യത്തെ 2 എന്തുകൊണ്ടാണ് പ്രപ്പോസിഷൻ ആവാത്തത്? അത് രണ്ടും ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ല. അതായത് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യമാണ് എന്നല്ലല്ലോ പറയുന്നത്. ആദ്യം എന്താണ്? ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇല്ലേ? വാട്ട് ടൈം ഈസ് ഇറ്റ്, ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കുകയാണ്, അല്ലാണ്ട് ഇങ്ങനെ ആണ് എന്നല്ലല്ലോ പറയുന്നത്. രണ്ടാമത്തെ നോക്കി, റീഡ് ദിസ് കെയർഫുള്ളി, ഞാൻ നിങ്ങളോട് കാര്യം ചെയ്യാനാണ് പറയുന്നത്, ഇത് വായിക്കുക എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെയാണ്, ഇങ്ങനൊരു കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രപ്പോസിഷൻ അല്ല. അപ്പോൾ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളോട് പറയണം, ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് എന്താവുള്ളൂ, അത് പ്രപ്പോസിഷൻ ആവുള്ളൂ. അപ്പോൾ ഇവിടെ അത് രണ്ടും ഇതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലാത്തതുകൊണ്ടാണ് ഇത് രണ്ടും
എന്തായത് പ്രൊപ്പോസിഷൻ അല്ലാത്തത്. ഇനി 3, 4 കേസ് പറയും. x+1 = 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എനിക്കറിയാം ഇതെന്തായിട്ട് മാറും, 1+1 = 2. ഇതെന്താണ്, ഇത് ട്രൂ ആണ് അല്ലേ. സപ്പോസ് എക്സിൻ്റെ വാല്യൂ 1 അല്ല എന്ന് വിചാരിച്ചു, 1 അല്ലാത്തൊരു വാല്യൂ ആണ് ഇവിടെ വന്നതെങ്കിൽ x+1 = 2 എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് അല്ലേ. അതായത് ഉദാഹരണത്തിന് എക്സിൻ്റെ വാല്യൂ 1 അല്ലാത്തൊരു വാല്യൂ ചിന്തിച്ചു, എക്സിൻ്റെ വാല്യൂ ഞാനിപ്പോൾ 2 എടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ 2+1 = 2 എന്ന് ഞാൻ എഴുതി. എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് 2 എന്നാണ് വരേണ്ടത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 2 ആണ് വരിക. അപ്പോൾ 2+1 = 2. അത് തെറ്റാന്ന് നമുക്കറിയാലോ, അത് ഫോൾസ് ആണ്. അപ്പോൾ നോക്കിക്കേ, എക്സ് 1 ആകുമ്പോൾ അത് ട്രൂ ആവുന്നുണ്ട്, എക്സ് 1 അല്ലെങ്കിൽ അത് ഫോൾസ് ആവുന്നുണ്ട്. ഒരേ സമയം തന്നെ അത് ഫോൾസും ട്രൂ ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇതൊരു പ്രൊപ്പോസിഷൻ അല്ല. കാരണം നമ്മൾ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഒന്നെങ്കിൽ ട്രൂ ആവണം അല്ലെങ്കിൽ ഫോൾസ് ആവണം. അല്ലാണ്ട് എന്താ പറയുക, രണ്ടും കൂടി ഒരുമിച്ച് വരാൻ പറ്റില്ല അല്ലേ. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, x+y = z. ഇവിടുത്തെ കേസ് എന്താണെന്ന് നോക്കിയാൽ, എക്സിന് ഞാനിപ്പോൾ ഒരു വാല്യൂ കൊടുക്കുകയാണ് അല്ലേ. എക്സിന് ഞാനിപ്പോൾ 2 എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. എക്സിന് ഞാനിപ്പം 2 കൊടുത്തു, വൈക്ക് ഞാനിപ്പം 3 കൊടുത്തു, സെഡിന് ഞാൻ 5 എന്ന് കൊടുത്തു. അപ്പോൾ x+y = z എന്ന് ഞാൻ എഴുതിയാൽ അത് ട്രൂ ആണ്. അതേസമയം എക്സിന് ഞാൻ 2 കൊടുത്തു, വൈക്ക് ഞാൻ -3 കൊടുത്തു, സെഡിന് ഞാൻ 10 എന്ന് കൊടുത്താൽ x+y = z എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആണ്. വീണ്ടും അത് തന്നെ, ദിസ് ഈസ് നെയ്തർ ട്രൂ നോർ ഫോൾസ് അല്ലേ. ഇത് ട്രൂ അല്ല, അത് ഫോൾസും അല്ല അല്ലേ. അപ്പോൾ എന്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു പ്രൊപ്പോസിഷൻ അല്ല. ഇത് രണ്ടെണ്ണം അപ്പോൾ പ്രൊപ്പോസിഷൻ ആവാത്ത കാരണം എന്താണ്, ദിസ് ഈസ് നെയ്തർ ട്രൂ നോർ ഫോൾസ്. ട്രൂ അല്ല ഫോൾസും അല്ല. അതായത് ചില വാല്യൂ വരുന്ന സമയത്ത് ഇത് ട്രൂ ആവുന്നുണ്ട്, ചില വാല്യൂ വരുമ്പോൾ ഇത് ഫോൾസ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇത് നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഒരേ സമയം തന്നെ ട്രൂവും ഫോൾസ് ആവുന്ന കാര്യത്തിന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പ്രൊപ്പോസിഷൻ അല്ല. ഓക്കെ, ഇനി ഞാൻ ഇതിനു മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു, ടീന ഈസ് ഡാൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പി എന്നുള്ളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രപ്പോസിഷണൽ വേരിയബിൾ എന്നുള്ളത്. പ്രപ്പോസിഷണൽ വേരിയബിൾ, അതായത് നമ്മളൊരു പ്രപ്പോസിഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ലെറ്റർ യൂസ് ചെയ്യാണ്. അപ്പോൾ ആ ലെറ്റർ യൂസ് ചെയ്യുമ്പം ആ ലെറ്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രപ്പോസിഷണൽ വേരിയബിൾ. അപ്പം പൊതുവേ നമ്മൾ പി, ക്യു, ആർ, എസ് തുടങ്ങിയിട്ടുള്ള ലെറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് ഇത് അവിടെ കൊടുത്തിരിക്കുന്നത്. We can use letters to denote propositional variables or sentential variables, that is variables that represent propositions, just as letters are used to denote numerical variables. നമ്മളിപ്പോൾ എക്സ്, വൈ എന്നൊക്കെ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യല്ല. അതുപോലെ തന്നെ പ്രപ്പോസിഷൻ, ഈ സെൻറ്റൻസുകളൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സിമ്പിൾസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാ പി, ക്യു, ആർ, എസ് പോലുള്ള ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ട്രൂത്ത് വാല്യൂ ഓഫ് എ പ്രപ്പോസിഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, പ്രപ്പോസിഷൻ ഒന്നെങ്കിൽ അത് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. ട്രൂ ആവണ സമയത്ത് നമ്മൾ പറയും ട്രൂത്ത് വാല്യൂ ഓഫ് ദ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് നമ്മൾ ടി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ ആണെന്നും അതിന് നമ്മൾ ടി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതും. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രപ്പോസിഷൻ ഫോൾസ് ആണെന്ന് വിചാരിച്ചാൽ, അപ്പോൾ നമ്മൾ എന്താ പറയുക, അതിൻ്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആണെന്നും അതിനെ നമ്മൾ എഫ് എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ നേരത്തെ എഴുതിയ പ്രപ്പോസിഷൻ ഇവിടെ കാണിച്ചു തരാണ്. അപ്പോൾ നോക്കിക്കുക, അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്, ഫസ്റ്റത്തെ സെൻറ്റൻസിൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആണ്, അപ്പോൾ അതാ ടി എന്ന് കൊടുത്തു. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആണ്, അപ്പോൾ എഫ് എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്, അത് ടി വെച്ച് ഡിനോട്ട് ചെയ്യാം, ഇതെന്തായി എഫ് എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാം. അങ്ങനെ അപ്പോൾ ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു പ്രപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ പറയുക, അത് ട്രൂ ആണെന്നും അതിനെ നമ്മൾ ടി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഒരു ഫോൾസ് ആയിട്ട് പ്രപ്പോസിഷനാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ പറയും എന്താണ്, അതിൻ്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആണെന്നും അതിനെ എഫ് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ദ ട്രൂത്ത് വാല്യൂ ഓഫ് എ പ്രപ്പോസിഷൻ ഈസ് ട്രൂ ഡിനോട്ടഡ് ബൈ ടി ഇഫ് ഇറ്റ് ഈസ് എ ട്രൂ പ്രപ്പോസിഷൻ. The truth value of a proposition is false denoted by F if it is a false proposition. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആട്ടോ, ക്യാപിറ്റൽ ലെറ്റർ ടിയും എഫ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ എഫ് ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ട് ഡെഫിനേഷൻ പറയാം. ഇത് ടെക്സ്റ്റിൽ കൊടുത്തതാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കാണ്ട് പോകേണ്ട വെച്ചിട്ട് പറയുന്നതാണ്. ഇത് കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. പ്രപ്പോസിഷൻസ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സിംപ്ലർ പ്രപ്പോസിഷൻ ആർ കോൾഡ് അറ്റോമിക് പ്രപ്പോസിഷൻ. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ കണ്ടോ, ഞാൻ രണ്ട് പ്രപ്പോസിഷൻ ഇട്ടിട്ടുണ്ട്. 5 ഈസ് എ പ്രൈം നമ്പർ, രണ്ടാമത്തെ എന്താണ്, ഇറ്റ് ഈസ് റെയിനിങ്. ഇതിനി എവിടേക്കും ചെറുതാക്കാനില്ല അല്ലേ. ഈ രണ്ട് പ്രപ്പോസിഷൻ എങ്ങോട്ടും ചെറുതാക്കാനില്ല, ഇതൊരൊറ്റ പ്രപ്പോസിഷനാണ്. അപ്പോൾ ഇതിനാണ് അറ്റോമിക് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്.
ഇനി നോക്കിക്കോ, ഇനി നമ്മൾ ചില പ്രൊപ്പോസിഷൻ എല്ലാം കൂടി ഒരുമിപ്പിച്ചിട്ട് ഒരു വലിയ ഒരൊറ്റ പ്രൊപ്പോസിഷൻ ആക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്. രണ്ടാമത്തെ എന്താണ്, 5 ഈസ് പ്രൈം ആൻഡ് 8 ഈസ് ഈവൺ. അതായത് ഇത് എനിക്ക് ചെറുതാക്കി കൂടെ, ഒരു പ്രൊപ്പോസിഷൻ എന്താണ്, ഇറ്റ് ഈസ് റെയിനിങ് ആണ്. രണ്ടാമത്തെ പ്രൊപ്പോസിഷൻ എന്താണ്, ഇറ്റ് ഈസ് കോൾഡ് എന്നാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെൻറ്റൻസിലൊക്കെ 5 ഈസ് പ്രൈം എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പോസിഷനാണ്, 8 ഈസ് ഈവൺ എന്ന് പറഞ്ഞാൽ വേറെ പ്രൊപ്പോസിഷനാണ്. ഇതിനെല്ലാത്തിനും കൂടി പിടിച്ച് ഞാൻ ഒരൊറ്റ സെൻറ്റൻസ് ആക്കിയിരിക്കുകയാണ് അല്ലേ. ആദ്യത്തെ ഒരു സെൻറ്റൻസ് ആക്കി, ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എന്നാക്കി. പിന്നെന്താണ്, 5 ഈസ് പ്രൈം ആൻഡ് 8 ഈസ് ഈവൺ എന്നാണ്. ഇത് അറ്റോമിക് പ്രൊപ്പോസിഷൻ അല്ല. കാരണം എന്താണ്, നമ്മൾ വേറെ പ്രൊപ്പോസിഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പുതിയൊരു പ്രൊപ്പോസിഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനെ വേണമെങ്കിൽ എനിക്ക് ഇനിയും ചെറുതാക്കാം അല്ലേ. 2 പ്രൊപ്പോസിഷൻ അല്ലേ, എനിക്ക് ഇതിനെ ഇനിയും ചെറുതാക്കാം. അപ്പോൾ ഇത് രണ്ടും അറ്റോമിക് പ്രൊപ്പോസിഷൻ അല്ല. അപ്പോൾ അറ്റോമിക് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ഈസ് എ പ്രൈം നമ്പർ എന്ന് പറയാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് റെയിനിങ്, അതായത് ഒറ്റൊരു പ്രൊപ്പോസിഷൻ, ഇതിനി ചെറുതാക്കാനില്ല. അതിനെയാണ് അറ്റോമിക് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ പ്രൊപ്പോസിഷൻസ് എല്ലാവരും കൂടി യൂസ് ചെയ്തിട്ട് ഒരൊറ്റ പ്രൊപ്പോസിഷൻ ഉണ്ടാക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. മെനി മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കൺസ്ട്രക്റ്റഡ് ബൈ കമ്പൈനിങ് 1 or more propositions. New propositions called compound propositions are formed from existing proposition using logical operators. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്, 2 പ്രൊപ്പോസിഷനാണ് ഇവിടെ വരുന്നത്. ഏതാണ്, ഒന്ന് ഇറ്റ് ഈസ് റെയിനിങ്, അതൊരു പ്രൊപ്പോസിഷനാണ്. രണ്ടാമത്തെ പ്രൊപ്പോസിഷൻ എന്താണ്, ഇറ്റ് ഈസ് കോൾഡ്. അപ്പോൾ ഈ 2 പ്രൊപ്പോസിഷനും കൂടി ഞാൻ ഒരുമിപ്പിച്ചത് എങ്ങനെയാണ്, ആൻഡ് എന്നുള്ളൊരു വാക്ക് വെച്ചിട്ടാണ് ഞാൻ ഒരുമിപ്പിച്ചത്. അപ്പോൾ ഇതൊരു ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ അതെന്താണ്, ഒരു ലോജിക്കൽ ഓപ്പറേറ്ററാണ്. അതായത് 2 അല്ലെങ്കിൽ അതിലധികമോ പ്രൊപ്പോസിഷൻസിനെ കൂടി ഞാൻ ഒരുമിപ്പിച്ചിട്ട് ഒറ്റൊരു പ്രൊപ്പോസിഷനാക്കി എഴുതാണ്. അപ്പം അതിനെ ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഓപ്പറേറ്റർ ഉണ്ടല്ലോ, അതിനാണ് ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇവിടെ അത് ആൻഡാണ്. ഇവിടെ ഇപ്പോൾ ഈ 2 സെൻറ്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന ആൻഡാണ്. ആൻഡ് അല്ലാണ്ട് ഒരുപാട് എണ്ണുണ്ട്, അത് നമ്മളിനി പഠിക്കാൻ കിടക്കാണ്. അപ്പം ഇവിടെ കിട്ടിയ പുതിയൊരു പ്രൊപ്പോസിഷൻ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ. അപ്പോൾ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ വ്യത്യാസം മനസ്സിലായാലും കോമ്പൗണ്ട് പ്രൊപ്പോസിഷനും അറ്റോമിക് പ്രൊപ്പോസിഷനും ഇനി നമുക്ക് സിംഗുലർ പ്രൊപ്പോസിഷനായിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പം കോമ്പൗണ്ടിൽ പക്ഷേ എന്താണ്, നമ്മൾ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ട് ഒരു പുതിയൊരു പ്രൊപ്പോസിഷൻ അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ എന്ന് പറഞ്ഞത്, ഞാൻ 2 അല്ലെങ്കിൽ അതിലധികമോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അതെന്താണ് ഞാൻ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ യൂസ് ചെയ്തിട്ട് പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞതെന്നുള്ള ഒരു ഡൗട്ട് വരും. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത പാർട്ടിൽ പറയാം. ഇപ്പം നിങ്ങൾ തൽക്കാലം കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, so the proposition that cannot be expressed in terms of similar propositions are called atomic proposition. ഇനി the area of logic that deals with propositions is called propositional calculus or propositional logic. It was first developed systematically by the Greek philosopher Aristotle more than 2300 years. ഇതൊരു എന്താ പറയുക, നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തൊരു ഡെഫിനിഷനാണ്. അപ്പോൾ ഇത് പഠിക്കാതെ എന്താ പറയുക, നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്ത സാധനങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പറയാണ്. അപ്പോൾ എന്താണ്, പ്രൊപ്പോസിഷനെ പറ്റി പഠിക്കുന്ന ആ ലോജിക്കിൻ്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൊപ്പോഷണൽ ലോജിക് അല്ലെങ്കിൽ പ്രൊപ്പോഷണൽ കാൽക്കുലസ് എന്നുള്ളത്. ജസ്റ്റ് ആ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി, നമുക്ക് കൂടുതൽ അതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതാ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ഞാൻ പറഞ്ഞു നമ്മളവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാ ഈ 2 കോമ്പൗണ്ട് പ്രൊപ്പോസിഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ലോജിക്കൽ ഓപ്പറേറ്റർ എന്താണ്, ആൻഡ് എന്നാണ് അല്ലേ. ഞാൻ പറഞ്ഞു ആൻഡ് അല്ലാണ്ട് ഇനിയും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. നമുക്കെന്തായാലും ലോജിക്കൽ ഓപ്പറേറ്റർ അടുത്തൊരു വീഡിയോയിൽ അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് ഇതിടാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി, ഈ ഒരു പാർട്ടിൽ ഇത്ര മതി. അപ്പം ലോജിക്കൽ ഓപ്പറേറ്റർ നെക്സ്റ്റ് വീഡിയോയിലാണ്. നിങ്ങൾക്ക് ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒരു പ്രശ്നമില്ല, ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരും. കാരണം ഡിസ്ക്രീറ്റ് അത്യാവശ്യം ഇതൊരു തിയറി പേപ്പറാണ്, നമുക്ക് പൊതുവേയുള്ള മാത്സിൻ്റെ പേപ്പർ പോലെ അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഡൗട്ട്സ് വരും. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്കിത് തലയിൽ കയറണമെന്നില്ല, അങ്ങനത്തെ ഒരു പേപ്പറാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ എന്തായാലും റിപ്ലൈ തരാം.